ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മകരസംക്രാന്തി വന്നെത്തിക്കഴിഞ്ഞു. ഈ നക്ഷത്രക്കാർക്ക് പണം കൊണ്ട് ആറാടാം. ആദിത്യൻ ധനു മകരം രാശികളിലും ഉത്രാടം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ചന്ദ്രൻ ഞായറും തിങ്കളും വെളുത്ത പക്ഷത്തിലാണ്. ചൊവ്വ മുതൽ കറുത്ത പക്ഷത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ കുംഭം രാശിയിൽ ചതയത്തിലും ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിലും വ്യാഴം ഇടവം രാശിയിൽ വക്രഗതിയിൽ രോഹിണി നക്ഷത്രത്തിലും തുടരുന്നു. ബുധൻ ധനുരാശിയിൽ മൂലം പൂരാടം നക്ഷത്രങ്ങളിലാണ്. ചൊവ്വ കർക്കിടകം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. ഞായറാഴ്ച രാത്രി പൂയത്തിൽ നിന്നും പുണർദത്തിലേക്ക് പ്രവേശിക്കും. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും തുടരുകയാണ്. ഞായറും തിങ്കളും വൃശ്ചികം രാശിക്കാർക്ക് അഷ്ടമരാശി വരുന്നു. ചൊവ്വയും ബുധനും വ്യാഴം പ്രഭാതം വരെയും ധനുരാശിക്കാർക്കും, തുടർന്ന് ആഴ്ചയുടെ അവശേഷിക്കുന്ന ദിവസങ്ങൾ മുഴുവൻ മകരം രാശിക്കാർക്കും അഷ്ടമ രാശിയാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ആശയക്കുഴപ്പങ്ങളും നീങ്ങി മനസ്സിന് തെളിച്ചമുണ്ടാകും. അതിനാൽ തന്നെ കാര്യങ്ങളുടെ മർമ്മം വളരെ വേഗം മനസ്സിലാക്കുന്നതാണ്. ഒപ്പമുള്ള ആളുകളുടെ കഴിവുകളും കഴിവുകേടുകളും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. രാഹു ഒഴികെ എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സാഹചര്യം നിങ്ങൾക്കിണങ്ങുന്നതാവും. പുതിയ പദ്ധതികൾ സധൈര്യം ഏറ്റെടുക്കുവാൻ സാധിക്കും. ഭൗതികമായ സുഭിക്ഷത അനുഭവപ്പെടും. ഭോഗസുഖം ഉണ്ടാകുന്നതാണ്. ധനക്ലേശത്തിന് ഉള്ള എല്ലാവിധ പരിഹാരവും വന്നുചേരും. കുടുംബത്തിൻ്റെ സർവാത്മന ഉള്ള സഹകരണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് വന്നുചേരും. ആഴ്ചയുടെ മധ്യത്തിൽ ദേഹക്ഷീണം, അമിതമായ അധ്വാനം വരുവാനും ഇടയുള്ള ആഴ്ചയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിച്ചതുപോലെ കാര്യനിർവഹണം സാധ്യമാകും. കുടുംബത്തിൽ ഐക്യം നിലനിർത്തുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കാത്തതിനാൽ ഓഫീസിലെ അന്തരീക്ഷം വളരെയധികം സുദൃഢമായിരിക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനും കലാകാരന്മാർക്ക് പുരസ്കാരവും വന്നുചേരും. വിശ്രമവും വിനോദവും ഇണങ്ങുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ആരോഗ്യത്തിൽ വളരെയധികം ആശ്വാസമുണ്ടാകും. ബന്ധുജനങ്ങളെ സന്ദർശിക്കുവാൻ ഇടവരുന്നതാണ്. പഠനത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ഉദാസീനതകളും മാറി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം മാറ്റമുണ്ടാകും. സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം പുലർത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് സമ്മർദ്ദങ്ങളെ സഹജമായ ആത്മവിശ്വാസത്താലും പ്രായോഗിക പരിചയത്താലും മറികടക്കുവാൻ സാധിക്കുന്നതാണ്. കൃത്യനിഷ്ഠയിൽ യാതൊരു രീതിയിലും വ്യതിചലിക്കില്ല. കുടുംബാംഗങ്ങളുടെ ഐക്യം ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യത്തിൽ അനുരഞ്ജനം ആവശ്യമായ ആഴ്ച തന്നെയാണ്. ബിസിനസ് യാത്രകൾ കൊണ്ട് വളരെയധികം ഗുണനേട്ടമുണ്ടാകും. സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഏറ്റവും ആത്മാർത്ഥത പുലർത്തുന്ന ആഴ്ച കൂടി. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടിരുന്ന പാർമുക്കുത്തം മാറിയേക്കും. നവീന ഗൃഹ ഉപകരണങ്ങൾ, അതുമല്ലെങ്കിൽ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. തൊഴിൽ വളർച്ചയ്ക്ക് രാഷ്ട്രീയ സ്വാധീനം പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്ന ആഴ്ചയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് സഹോദരങ്ങളുടെ സ്നേഹവും പിന്തുണയും വന്നുചേരും. വൈജ്ഞാനിക രംഗങ്ങളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. അറിവ് നേടുന്നതിൽ ഉത്സുകത തുടരുന്നതാണ്. കർമ്മ മേഖലയിൽ സാമാന്യമായ വിജയം എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും. വ്യാപാര വ്യവസായ മേഖലയിൽ കഠിനമായ അധ്വാനം വേണ്ടിവരുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ വളരെയധികം ധനനേട്ടം വന്നുചേരും. കലാപരിശീലനത്തിനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങളിൽ വളരെയധികം ദൃഢത തുടരുന്നതാണ്. പ്രശ്നങ്ങളെ വൈകാരികമായി സമീപിക്കുന്ന രീതി യാതൊരു രീതിയിലും ഈ ആഴ്ച വിജയിക്കില്ല.
ചൊവ്വ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകളും മറുപടികളും പരുഷമാകുവാൻ ഇടവരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് നീചം തീരുന്നത് വളരെയധികം ഗുണകരമാണ്. വ്യക്തിപരമായ ആലസ്യം നീങ്ങും. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സജീവത നിലനിർത്തുവാൻ കഴിയുന്നതാണ്. സ്വത്തു സംബന്ധിച്ച വ്യവഹാരങ്ങൾ പിൻവലിച്ചേക്കുന്നതാണ്. വ്യാപാര അഭിവൃദ്ധിക്ക് വായ്പകൾ പ്രയോജനപ്പെടുത്തും. മംഗളകർമ്മങ്ങൾ അതുമല്ലെങ്കിൽ വിരുന്നുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. ദൈവിക സമർപ്പണങ്ങൾ പൂർത്തിയാക്കും. പിതൃപുത്ര ബന്ധം വളരെയധികം രമ്യമാകുന്നതാണ്. അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. സർക്കാർ കാര്യങ്ങളിൽ പുനർശ്രമങ്ങൾ വേണ്ടിവരുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ആഴ്ചയുടെ ആദ്യം സ്വച്ഛത പ്രതീക്ഷിക്കാം. പ്രിയജന സംഗമം ഉണ്ടാകുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആലഭാരങ്ങളെല്ലാം ഒഴിഞ്ഞുകിട്ടും. സുഖഭക്ഷണ യോഗവും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കുന്നതാണ്. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ജോലിഭാരം അല്പം വർദ്ധിക്കുന്നതാണ്. പല ചുമതലകളും തൃപ്തികരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചേക്കില്ല. സഹപ്രവർത്തകരെ ആശ്രയിക്കേണ്ട സ്ഥിതി വന്നു ചേരും. അലച്ചിൽ ദേഹക്ലേശത്തിന് കാരണമാകുന്ന ആഴ്ചയാണ്. മറ്റു ദിവസങ്ങളിൽ ബന്ധുജനങ്ങളിൽ നിന്നുമുള്ള പ്രശംസ ലഭിക്കും. കലാപ്രവർത്തനം അഭിനന്ദിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഒന്നും നടക്കണമെന്നില്ല. പലപ്പോഴും പരാശ്രയത്വം വേണ്ടിവരും. ചെലവ് കൂടുന്നതിൽ വീട്ടുകാരോട് വഴക്കിടുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. മകൻ്റെ ആവശ്യങ്ങൾ ഉയരുന്നതിനാൽ വളരെയധികം വിഷമിക്കേണ്ടി വരും. സ്വന്തം ആരംഭങ്ങളിൽ നിന്നും ധനലാഭം വന്നു ചേരും. ഏജൻസി പ്രവർത്തനങ്ങൾ വിജയിക്കുവാൻ അധികമായ ഊർജം ചെലവഴിക്കപ്പെടും. ജന്മനക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭം നിയന്ത്രിക്കേണ്ട ആഴ്ചയാണ്. യുക്തിയുക്തമായി സംസാരിക്കുന്നതിനാൽ സുഹൃത്തുക്കൾ നിങ്ങളുടെ ശത്രുക്കളാകുവാൻ ഇടവരുന്നതാണ്. അനാവശ്യമായ തിടുക്കം ഒഴിവാക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. നല്ല തുടക്കം ഈ ആഴ്ച കിട്ടിയെന്ന് വരില്ല. പ്രതികരണശേഷി നിങ്ങളുടെ നഷ്ടപ്പെടുവാൻ ഇടയുള്ള ആഴ്ചയാണ്. ആവർത്തിത ശ്രമങ്ങൾ എല്ലാ രീതിയിലും വേണ്ടി വന്നേക്കും. ക്രമേണ സ്വസ്ഥതയിലേക്ക് വന്നു ചേരും. പ്രധാന തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുമ്പോൾ കുടുംബത്തിൻ്റെ അഭിപ്രായം തേടുന്നത് വളരെയധികം ഉചിതമാണ്. സുഹൃത്തുക്കളുടെ സംയോജിതമായ ഉപദേശം വളരെയധികം ഗുണകരമാകും. വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം വന്നു ചേരും. കൂട്ടുകച്ചവടത്തിൽ മേന്മ കുറയുന്ന ആഴ്ചയാണ്. സാങ്കേതിക ജ്ഞാനം നേടുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നതാണ്. നക്ഷത്രാധിപനായ ശനിക്ക് ശുക്രബന്ധം വരികയാൽ ഭോഗസുഖം വന്നു ചേരും. കലാപരമായ കാര്യങ്ങളിൽ ഔത്സുക്യം വർദ്ധിക്കുന്ന ആഴ്ചയാണ് പൂയം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ചന്ദ്രസഞ്ചാരം 12ാം ഭാവത്തിലാകിയാൽ വാരാദ്യം ചില വിമ്മിട്ടങ്ങൾ ഉണ്ടാകും. ചെലവ് വളരെയധികം വർദ്ധിക്കുന്നതാണ്. പ്രവർത്തനങ്ങളിൽ സുഗമത കുറയുന്നതായി അനുഭവപ്പെടും. ആകസ്മിക യാത്രകൾ വേണ്ടി വന്നേക്കും. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പലതരം സന്തോഷങ്ങൾ ഭവിക്കുന്നതാണ്. സുഖഭക്ഷണ യോഗം, ശുഭ വാർത്താ ശ്രവണം ഇവ ഉണ്ടാകും. സുഹൃത്ത് സമാഗമം പ്രതീക്ഷിക്കാം. ധനവരവ് അധികരിക്കുവാൻ ഇടവരും. മറ്റ് ദിവസങ്ങളിൽ സമയനിഷ്ഠ പാലിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല. ചുമതലകൾ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുന്ന സ്ഥിതി സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണ്. മനസ്സിന് അല്പം ഏകാഗ്രത കുറയുന്ന ആഴ്ചയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ചന്ദ്രസഞ്ചാരം 11ലാകിയാൽ ഞായറും തിങ്കളും ശുഭാനുഭവങ്ങൾ വന്നു ചേരും. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് സാധ്യതയുണ്ട്. ബന്ധുസമാഗമം സന്തോഷിപ്പിക്കും. ധനം വന്നു ചേരുവാൻ ഇടയുള്ള ആഴ്ചയാണ്. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചന്ദ്രസഞ്ചാരം 12ാം രാശിയിലാകിയാൽ അധിക ചെലവുകൾ വന്നേക്കും. കലഹപ്രേരണയ്ക്ക് സാധ്യതയുണ്ട്. സഹായ വാഗ്ദാനം മുടങ്ങുവാൻ ഇടവരുന്നതാണ്. ദേഹസ്വസ്ഥത കുറയുന്നതാണ്. വെള്ളിയും ശനിയും സാധാരണ പതിവ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാധാരണ ദിവസങ്ങളാകും നിങ്ങൾക്ക് വന്നു ചേരുക. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്.
സ്വപ്രവൃത്തികൾ അന്യർക്ക് വളരെയധികം ഗുണകരമാകും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ഔദ്യോഗിക പരിശീലനം ലഭിക്കുവാൻ ഇടയുണ്ട്. സൗമ്യ മനോഭാവം നിങ്ങളുടെ ആദരിക്കപ്പെടുന്നതാണ്. സഹപ്രവർത്തകരുടെ വാക്കുകളെല്ലാം കേട്ടുനിൽക്കും. എന്നാൽ നിങ്ങൾ മനസ്സിൽ കരുതിയതാകും നടപ്പിൽ വരുത്തുക. സുഖഭോഗങ്ങൾക്ക് സന്ദർഭമുണ്ടാകും. പ്രണയബന്ധം ദൃഢമാകുന്നതാണ്. ബിസിനസ് വളർത്തുവാൻ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥിതിയുണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ താൽക്കാലിക ജോലി ലഭിക്കുന്നതാണ്. വാരാന്ത്യ ദിവസങ്ങളും വളരെയധികം ഗുണകരമാകും. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന ആഴ്ചയാണ്. പൂർവിക സ്വത്ത് സംബന്ധിച്ച വ്യവഹാരത്തിൽ നിന്നും പിന്മാറിയേക്കും. സാമ്പത്തികമായ നിക്ഷേപങ്ങളിൽ വളരെയധികം കരുതൽ വേണ്ട ആഴ്ച കൂടിയാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രകാശിപ്പിക്കുവാനുള്ള അവസരം വന്നുചേരും. ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എതിർപ്പുകളെയെല്ലാം അവഗണിക്കുവാൻ സാധിക്കും. ശാസ്ത്ര വിഷയങ്ങളോട് വളരെയധികം ആഭിമുഖ്യമുണ്ടാകും. പഠിച്ച വിദ്യാലയം സഹപാഠികൾക്കൊപ്പം സന്ദർശിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. തൊഴിലിൽ നിന്നും അധിക വരുമാനം കൈവശം വന്നു ചേരും. അതിവൈകാര്യത ഉപേക്ഷിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ന്യായമായ ആഗ്രഹങ്ങൾക്ക് സാഫല്യം ഉണ്ടാകുന്ന ആഴ്ചയാണ്. സ്വാശ്രയ ബിസിനസ്സിൽ വളരെയധികം ധനനേട്ടവും വളർച്ചയും ഉണ്ടാകും. പുതിയ ഏജൻസി ഏർപ്പാടുകൾക്ക് തുടക്കം കുറിക്കപ്പെടും. ഉദ്യോഗസ്ഥരുടെ പ്രഭാവം സഹപ്രവർത്തകർ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നതാണ്. സ്വജനങ്ങളെ യഥാശക്തി സഹായിക്കുവാൻ തയ്യാറാകും. എതിർ ശബ്ദങ്ങളെ അവഗണിക്കുന്നതാണ്. ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്ന ആഴ്ചയാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രാധിപനായ ചൊവ്വ വക്രഗതിയിലാണ്. എങ്കിലും നീചത്തിൽ നിന്നും മാറുന്നത് മനഃശക്തിയും പ്രവർത്തന മികവിനും കാരണമാകുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ മത്സരബുദ്ധി ഉണ്ടാകും. മുതൽ മുടക്കുകൾ ലാഭകരമാകുന്നതാണ്. വരവ് ചെലവുകൾ സംബന്ധിച്ച കണക്കുകൾ സൂക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമാകും. രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസം പ്രതീക്ഷിക്കാവുന്നതാണ്. സഹായ വാഗ്ദാനങ്ങൾ സഫലമാകുന്ന ആഴ്ച കൂടിയാണ്. സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മിതത്വം വളരെയധികം ഗുണകരമാകും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. പ്രായോഗിക വശങ്ങൾ എപ്പോഴും ആലോചനയിൽ നിറയുന്നതാണ്. എന്നാൽ ആദർശത്തെ വിട്ട് കളയുകയുമില്ല. ഉപകാരം ചെയ്തു കൊടുത്തവർ നന്ദികേട് കാട്ടുന്നതിൽ വളരെയധികം വിഷമമുണ്ടാകും. പൊതുവെ നിങ്ങളുടെ അർഹത അംഗീകരിക്കപ്പെടുന്ന ആഴ്ചയാണ്. ഉദ്യമങ്ങളെല്ലാം ലാഭകരമാകും. മകൻ്റെ പഠനോത്മകത വളരെയധികം സന്തോഷിപ്പിക്കുവാൻ കാരണമാകും. പ്രതിമാസ തിരിച്ചടവിൽ ഇലക്ട്രോണിക്സ് ഉപകരണം വാങ്ങുവാൻ സാധിക്കും. സുഹൃത്ത് സമാഗമത്താൽ ഉല്ലാസവേളകൾ സൃഷ്ടിക്കപ്പെടും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് മരുന്നുകളുടെ മാറ്റം മൂലം വളരെയധികം ആശ്വാസമുണ്ടാകും. സംഘടനകളുമായി ബന്ധപ്പെട്ടവരുടെ നിലപാടുകൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് വിരാമം വന്നുചേരും. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ജന്മനക്ഷത്രാധിപനായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസത്തിന് ഇളക്കം തട്ടാം. പുതിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തടസ്സങ്ങളുണ്ടാകും. എന്നാലും ധനപരമായ ഞെരുക്കത്തിന് അയവ് വന്നു ചേരുന്നതാണ്. പാരമ്പര്യമായി നിങ്ങൾ ചെയ്തു പോരുന്ന തൊഴിലിൽ ഉത്സാഹം ഭവിക്കുന്നതാണ്. ഉപഭോക്താക്കളുടെ സഹകരണം വേണ്ടത്ര വന്നുചേരും. കുടുംബകാര്യങ്ങളിൽ ഏകോപനം സാധിക്കുന്നതാണ്. മകന്റെ വാക്കുകൾ സ്വീകരിക്കുന്നതാണ്. മുടങ്ങിയ വായ്പകളുടെ തിരിച്ചടവ് പുനരാരംഭിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ശനിക്ക് ശുക്രയോഗം വരുന്നതിനാൽ പ്രണയാനുഭവങ്ങൾ ഉണ്ടാകും. ദാമ്പത്യത്തിലെ കയ്പും ചുവപ്പുമകലും. പുതിയ വസ്ത്രാഭരണങ്ങൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ്.
വിനോദയാത്രകൾക്ക് അവസരം വന്നു ചേരും. വാരാദ്യ ദിവസങ്ങളിൽ അഷ്ടമ രാശിക്കൂർ ഉള്ളതിനാൽ ശുഭ ആരംഭം ഒരു രീതിയിലും നന്നല്ല. കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നത് നിബന്ധനകൾ മനസ്സിലാക്കി വേണം. തുടർ പഠനത്തിനുള്ള ആലോചന സംബന്ധിച്ച ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും. ബിസിനസ്സിൽ ലാഭം ഉയരുന്ന ആഴ്ചയാണ്. യാത്രകൾ കൊണ്ട് വളരെയധികം ഗുണം ഭവിക്കുന്നതാണ്. സ്വകാര്യതകളുടെ രഹസ്യാത്മകത ചോരാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ് അനിഴം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ബുധാദിത്യ യോഗത്താൽ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ നൈപുണ്യത്തോടെ നിർവഹിക്കുവാൻ സാധിക്കും. ബിസിനസ് കാര്യങ്ങളിൽ വളരെയധികം തൃപ്തി ഉണ്ടാകുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അന്യദേശത്തേക്കുള്ള പഠിക്കുവാനുള്ള ധനസഹായം അനുവദിച്ചു കിട്ടും. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത വേണ്ടതുണ്ട്. ഉത്സവാദികളുടെ നടത്തിപ്പിൽ മുഖ്യത്വം വഹിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിരങ്കുശത ഒപ്പമുള്ളവരുടെ വിയോജിപ്പിന് കാരണമാകും. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. വാരാദ്യ ദിവസങ്ങളിൽ ദാമ്പത്തിക സുഖം പ്രതീക്ഷിക്കാം. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. പുതിയ ബിസിനസ്സിനെ കുറിച്ച് വേണ്ടപ്പെട്ടവരുമായി ആലോചിക്കുകയും തീരുമാനങ്ങളിൽ എത്തുകയും ചെയ്യുന്നതാണ്. ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഭംഗിയായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കുന്ന ആഴ്ചയാണ്. ബുധനും വ്യാഴവും അഷ്ടമ രാശിയാകിയാൽ ധനപരമായി ഞെരുക്കം വന്നു ചേരും. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം കരുതൽ വേണ്ട ആഴ്ച കൂടിയാണ്. കലഹപ്രേരണകളെ വളരെയധികം നിയന്ത്രിക്കേണ്ടതുണ്ട്. മറ്റ് ദിവസങ്ങളിൽ ന്യായമായ കാര്യങ്ങൾ മുടങ്ങിയേക്കില്ല. സമൂഹത്തിൽ വളരെയധികം സ്വീകാര്യത വർദ്ധിക്കുന്ന ആഴ്ചയാണ് മൂലം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായ ശുക്രന്റെ ആരോഹണഗതി അനുകൂലമാണ്. ഭൗതിക കാര്യങ്ങളിൽ വളരെയധികം നേട്ടമുണ്ടാകും. ആഗ്രഹിച്ച ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുടെ പിണക്കങ്ങളെല്ലാം തീർന്നു കിട്ടും. സുഹൃത്തുക്കളുടെ ഉപദേശം കൈക്കൊള്ളുവാൻ സാധിക്കും. കൂട്ട് ബിസിനസ്സിൽ വളരെയധികം ധനലാഭം വന്നു ചേരും. തൊഴിൽപരമായി യാത്രകൾ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ആഴ്ച മധ്യത്തിലെ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വേണം നിങ്ങൾ നിർവഹിക്കുവാൻ. കഴിവിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയേക്കില്ല. അതിനാൽ തന്നെ ഇച്ഛാഭംഗം തോന്നുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. പ്രവൃത്തികളിൽ വളരെയധികം ഏകാഗ്രത ഉണ്ടാകും. കുറച്ച് പ്രയത്നം കൊണ്ട് കൂടുതൽ നേടുവാൻ കഴിയുന്ന ആഴ്ചയാണ്. സഹപ്രവർത്തകരുമായി ചർച്ചകൾ നടത്തി തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും. വിവാദങ്ങളിൽ നിന്ന് തലയൂരുവാൻ സാധിക്കുന്നതാണ്. ഭിന്നാഭിപ്രായങ്ങളെ അവഗണിക്കുന്നത് വിമർശിക്കപ്പെടാം. ഗാർഹിക കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് ഭവിക്കുന്നതാണ്. പിതൃപുത്ര ബന്ധത്തിൽ വളരെയധികം സുഗമത കുറയുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സകൾ വേണ്ടി വന്നു ചേരും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ച കൂടി. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണുവാനും ഓർമ്മകളുടെ സുഗന്ധത്തിൽ മുഴുകുവാനും സാധിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. അനുഭവങ്ങൾ സമ്മിശ്രമാകും. അവ ആവർത്തിക്കുന്നതാണ്. സംഭാഷണ ശക്തി മധുരമാകും. മുഖ ആഭരണങ്ങൾ, കണ്ണട ഇവ വാങ്ങിയേക്കും. അയൽ കലഹങ്ങളിൽ പരിഹാരമുണ്ടാകുന്നതാണ്. ഉന്നത ആദർശങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നു ചേരും. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് തികഞ്ഞ പ്രായോഗികത കൈക്കൊള്ളേണ്ടി വരും. സുഹൃത്ത് സമാഗമം, ഷോപ്പിംഗ്, വിശിഷ്ട ഭക്ഷണം ഇവയുണ്ടാകും. കരാർ പണികൾ നീട്ടിക്കിട്ടാനിടയുണ്ട്. മകളുടെ അതുമല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ പഠന പുരോഗതി വളരെയധികം സന്തോഷിപ്പിക്കുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും സുഗമത കുറയുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. സ്വയം തിരുത്തുവാൻ തയ്യാറാകും. തന്മൂലം കുടുംബ പ്രശ്നങ്ങൾ ഒട്ടാകെ പരിഹൃതമാകുന്നതാണ്. ബിസിനസ് ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ഒരു രീതിയിലും ഗുണകരമാകില്ല. അക്കാര്യത്തിൽ പുനഃചിന്ത വേണ്ടിവരും. വായ്പാ തിരിച്ചടവ് സുഗമമാകും. അടുക്കളത്തോട്ടം അതുമല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷി ഇവയിൽ ആഭിമുഖ്യം വർദ്ധിക്കുന്നതാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് വന്നു ചേരും. ബന്ധുക്കലഹത്തിൽ പക്ഷം പിടിക്കുന്നത്
എല്ലാ രീതിയിലും ദോഷകരമാകുന്നതാണ്. കരാറുകളിൽ തീരുമാനം നീളുവാനും ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ശുക്രന്റെ ജന്മരാശി സഞ്ചാരം ഭോഗസിദ്ധിക്ക് കാരണമാകും. പുത്തൻ ഉടയാടകൾ പാരിതോഷികമായി വന്നുചേരും. ആദിത്യൻ 12-ലാകിയാൽ ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥമായിരുന്ന് ജോലി ചെയ്യുവാനുള്ള സാഹചര്യം വന്നു ചേരില്ല. വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുവാൻ സാധിക്കും. മകന് നിർബന്ധമായ ആവശ്യങ്ങൾ നടത്തേണ്ടി വന്നേക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള സാഹചര്യം വന്നുചേരും. വിദ്യാഭ്യാസപരമായി വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രമാണങ്ങൾ, കരാറുകൾ എന്നിവയുടെ നിബന്ധനകൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സാഹചര്യം മാറ്റം വന്നേക്കും. അസൗകര്യങ്ങൾ മൂലം സ്വകാര്യ കമ്പനിയിലെ ജോലി മാറുന്നതിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നതാണ്. പൂർവിക സ്വത്തുക്കളിൽ നിന്നും കുറച്ചൊക്കെ ആദായം വന്നുചേരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കലാകാരന്മാരായ ആളുകൾക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നും അവസരങ്ങൾ തേടി വരുന്നതാണ്. ആഡംബര ചെലവുകൾ വളരെയധികം വർദ്ധിക്കുന്ന ആഴ്ച കൂടിയാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ശത്രുത പുലർത്തിയ ആളുകൾ നിങ്ങളുടെ മിത്രങ്ങളാകും. ഉത്സാഹവും ഉന്മേഷവും വളരെയധികം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വളരെയധികം സമാധാനം വന്നുചേരും. മേലധികാരികളുടെ വാക്കുകളിലും നിർദ്ദേശങ്ങളിലും വിശ്വാസം പുലർത്തുന്നതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ നിയമ നടപടികളിൽ കാലതാമസം വന്നുചേരും. ഗൃഹ ആനുകൂല്യം ഇല്ലാത്തതിനാൽ പൊതുവാഹനം വാങ്ങുന്നത് പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയാണ് കരണീയം. ബിസിനസ്സിൽ നിന്നും സാമാന്യമായ നേട്ടങ്ങൾ വന്നുചേരും. തറവാട്ടിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. ബുധാദിത്യ സഞ്ചാരം 11-ലേക്ക് വരികയാൽ വാക്കുകൾ കൊണ്ട് കീർത്തിയും പ്രവൃത്തിയും കൊണ്ട് ലാഭവും വന്നുചേരും. ശാസ്ത്രീയമായി കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഉൾക്കൊള്ളും. അന്യരുടെ ധനം ഉപയോഗിച്ച് പൊതു സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് അഭിലഷണീയമല്ല. ഉപഭോക്താക്കളുടെ പ്രീതി നേടുവാൻ സാധിക്കുന്ന ആഴ്ചയാണ്. ഗൃഹാന്തരീക്ഷം വളരെയധികം മെച്ചപ്പെടും. ചന്ദ്രകുജയോഗം മനക്ലേശം സൃഷ്ടിക്കുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രമിച്ചാലും ചെലവ് ചുരുക്കുവാൻ യാതൊരു രീതിയിലും നിങ്ങൾക്ക് ഈ ആഴ്ച കഴിയില്ല. വാരാന്ത്യ ദിവസങ്ങളിൽ കൂടുതൽ മേന്മ വന്നുചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.